കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ ഒരാഴ്ച നമ്മളെ പ്രസിഡന്റിന്റെ കല്യാണമാണെന്ന്. പ്രസിഡന്റ് അടുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി പോലെ പെട്ടു ലോക്കായി. അപ്പൊ ഇന്ന് നമ്മളെ പ്രസിദ്ധാട്ടന്റെ കല്യാണമാണ്. ആശാൻ ലോക്കാവാണ്. ആശാന്റെ കല്യാണമാണ് ഇന്ന്. അപ്പൊ ഞാനും റോബിയേട്ടനും അതുപോലെ ബേസിലായിട്ടും കുറച്ച് നേരത്തെ പോയി ഫുഡ് എടുക്കണം. അത് ഫുഡ് എടുത്ത് അവിടെ കൊണ്ടുവെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുന്നത്. ഓക്കെ, ആരും വിളിക്കാറുമില്ല. അത് മാത്രമല്ല കോട്ടേടന്റെ ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഒരു പിടിയില്ല. അവിടെ പോകുന്നു, നമ്മൾ കല്യാണം കൂടുന്നു, അവിടുത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നു. ഒരു ചെറിയ വ്ളോഗായിരിക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അജയ് വരും, അജുവേട്ടൻ വരും, നമ്മളെ അഭിജിത്ത് വരും. പുതിയതായിട്ട് വൈറ്റ് സോണിൽ വരുന്നവരാണ് ഇവരൊന്നും അറിയില്ലായിരിക്കും, ഞാൻ പരിചയപ്പെടുത്താം. സാധാരണ കല്യാണ പരിപാടിയാണ്. പക്ഷെ അമേരിക്കയിലെ കല്യാണം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വൈറ്റ് സോണിന്റെ ബ്ലോഗിലൂടെ കാണുന്നത്. ഓക്കെ, അമേരിക്കൻ കല്യാണം ആണെങ്കിലും നമ്മുടെ നാടൻ ടച്ച് ഉണ്ടാവും അതിൽ. പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് പ്രീമിയം ആയിരിക്കും. കോട്ടൊക്കെ ഇട്ട് നമ്മൾ കോട്ടൊക്കെ വാങ്ങിയിട്ടാ. കോട്ട് 1 2 നമ്മൾ നേരത്തെ ഇടാത്തതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വല്ല പണിയുണ്ടെങ്കിലോ കോട്ടിട്ട് പണിയെടുക്കാൻ പറ്റില്ലോ. അപ്പൊ വളരെ ചെറിയൊരു കല്യാണം, അധികം ആൾക്കാരൊന്നുമില്ല, ചെറിയ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു കല്യാണമാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണം അല്ല, അജുവേട്ടന്റെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ ആരും കൂടിയില്ല. നമ്മളെല്ലാരും കൂടുന്ന ആദ്യത്തെ കല്യാണമാണിത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. മച്ചാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട്. അങ്ങോട്ട് പോകുന്നു. അവിടെ ഫുഡൊക്കെ റെഡിയാണ്. ആ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ കല്യാണ സ്ഥലത്തോട്ട് പോകുന്നു. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിന്റെ അടുത്തുണ്ട് ഡ്രൈവ്. 1 hour ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു, പൊളിക്കുന്നു. ഓക്കെ, നമ്മളൊരു 12 കാലൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ വൈവാക്കാം. അല്ല പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് നമ്മളെടുത്ത വാടക വണ്ടി. മച്ചാ അതൊന്ന് തുറന്നു കൊടുത്തേ ആ ഒരു ഫുഡൊക്കെ. ഗൈസ് ഇത് നമ്മളെ കല്യാണത്തിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. ഇതിന്റെ റിവ്യൂ ചെയ്യാനുള്ള സമയമില്ല. റിവ്യൂ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. കണ്ട എന്നെ കാണുമ്പോൾ ഒരു പോലീസുകാരനെ പോലില്ലേ. പച്ച പാൻറ്, ഷൂസ് മറ്റേ കോട്ടിൻ്റെ കൂടെ വാങ്ങിയ ഷൂസ് ആട്ടാ. പിന്നെ വൈറ്റ് ഷർട്ട്. ഓക്കെ, ക്ലീൻ പ്രീമിയം സാധനം ഞാൻ. ഓക്കെ 2 ബോക്സ് ഫുഡ്. ഇത് ജസ്റ്റ് സ്നാക്സ് മാത്രം കേട്ടാ. ഓൾ ലോഡഡ്. പിന്നെ ഗൈസ്, ഈ വണ്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറ. എന്താണ് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഇത് കിടലൻ വണ്ടി കേട്ടാ. ഞാൻ ഇന്റീരിയർ കാണിച്ചു ഇതിന്റെ. പാസഞ്ചറിന് നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ സെറ്റിങ്സ് നോക്കും. ഫുൾ ക്ലീൻ സാധനം. സൺറൂഫ്, HDMI ഒക്കെ കൂട്ടാ ഇവിടെ. ഓഡിയോ വീഡിയോ. 45 മിനിറ്റ്സ് 12:30 നമ്മളെത്തും. 12 മണിക്ക് എത്തണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറച്ചൊന്ന് ലേറ്റ് ആവും, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ഫുള്ള് ബാക്കിലെല്ലാം ലോഡ് ചെയ്തു. മറ്റേ ഫുള്ള് സ്നാക്സും ചായയും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തു. നമ്മൾ പോവാണ്. ഓക്കെ, അവിടെ പോയിട്ട് ഞാൻ ഇതുവരെ ആ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ആ സ്ഥലത്ത് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അയ്യല്ലേ, നേരത്തെ ഞാൻ ഇന്റീരിയർ കാണിക്കുമ്പോഴാണ് അവർ എന്നോട് ഡോർ തുറക്കാൻ പറഞ്ഞത്. കണ്ട 360 ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട് ഗൈസ്. ഇവിടെയും വ്യൂ ഉണ്ട്. ക്യാഷ് നോക്കില്ല, എടുത്തങ്ങ് എടുത്ത് 2 ദിവസത്തേക്ക്. വേറെ ഐറ്റം ഉണ്ട്, അത് അവിടെ ഉണ്ട്. കാണിച്ചു തരാം. പ്രസിഡന്റിന്റെ അടുത്ത വണ്ടി അത് കണ്ടായിരുന്നാ? വീഡിയോ കണ്ടില്ല, നേരത്തെ കണ്ടില്ല. കാണിച്ചു തരാം. നൈസാ. അപ്പൊ ഇനി നമ്മൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സും കൂടി ഉള്ളൂ അങ്ങോട്ട് പോകാൻ, അങ്ങോട്ട് എത്താൻ. പിന്നെ ബേസിലാട്ടൻ ഓൾറെഡി അങ്ങോട്ട് പോയി, ഇപ്പൊ എത്തും. നമ്മളവിടെ പോയി ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഡ്രസ്സൊക്കെ മാറി വൈബാക്കുന്നതായിരിക്കും, പൊളിക്കുന്നതായിരിക്കും. അപ്പോഴേക്ക് 2 മണിയാകും. 2 മണിയാകുമ്പോൾ അജയേട്ടനൊക്കെ വരും കേട്ടോ. അപ്പൊ അവിടെ എത്തിയാണ് ഗൈസ്, നമ്മളിവിടെ എത്തി. എന്താ എന്റെ ബ്രോ സീൻ. ഇതാരത് മച്ചി? ഇതാരത്? ഒളിയുന്നുണ്ടല്ലോ മച്ചാനെ മൊത്തം. നമ്മളെടുത്ത് തൂക്കി നമ്മള് പൊളിയല്ലേ. അത് കണ്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടല്ലേ. വെയിറ്റ് ചെയ്യാം. വ്ളോഗിന്റെ ചില ഇടക്കായിരിക്കും ചിലപ്പോ കാണിക്കും. അതുകൊണ്ട് വ്ളോഗ് ഫുള്ള് കാണാം. ഗൈസ്, ഇത് ആരാന്ന് നോക്കോ. അച്ഛൻ എത്തി. നേരത്തെ എത്തിയല്ല അത്. അമ്മ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവിടെ നിൽക്കുന്നു. അമ്മമ്മ എങ്ങനെയുണ്ട് അമേരിക്ക പറ. ഗ്ലാമറായി. ഫോട്ടോ എടുത്തോ? അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ സമൂസ ഉഴുന്നുവട എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമില്ലേ വണ്ടി. ഗൈസ്, ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ വാടകയ്ക്ക് എടുത്ത വണ്ടി. ഓക്കെ, ജസ്റ്റ് കണ്ടോ തംബ്നെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യട്ടെ. ഞാനിവിടെ നിന്ന് എന്നെ ഫോട്ടോ എടുപ്പിക്കും. ഓക്കെ, ബൈ. നമുക്ക് ഉള്ളിൽ പോവാം, എന്നിട്ട് ഈ കോട്ടൊക്കെ ഇടാം. ഗൈസ്, ഇതാണ് നമ്മളെ റൂം. ചെക്കൻ്റെ വീട്ടുകാരുടെ പരിപാടി കേട്ടോ. ഇതാണ് സെറ്റപ്പ് നമ്മളെ റൂം കേട്ടോ. ഇവിടെ വേണം നമുക്ക് ചില്ല് ചെയ്യാം, ഡ്രസ്സ് മാറാം. അതോ ഇത് മറ്റേ കലാമണി മറ്റേ വെട്ട സിനിമയിൽ എല്ലാം ഉണ്ട്. ലിക്കർ ഉണ്ട്. അത് ഫുള്ളായിരുന്നു.
അടിച്ചു തീർത്തവര് വീട്ടുകാരൊന്നുമില്ലേ ഫുൾ അടിച്ചു തീർത്തു ബാക്കിയിട്ട്. അവർക്ക് മലയാളം അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഹിന്ദി ടീമാ. അതെയാ, അപ്പൊ സാധനമുണ്ട്. ഇവിടെ ആരും അടിക്കൂല. ഞാൻ പ്രത്യേകിച്ച് അടിക്കാറില്ല. കുറച്ച് കഴിയുമ്പോ കാണാം. അരയല്ലാണ് ഇത്. ഇതെന്താ ജിമ്മിൽ പോന്നാ? അപ്പുറത്തെ ആൾക്കാരുണ്ട് ക്ലാസ് ആയിട്ട് ഇങ്ങനെ ആ ഡോർ ലോക്ക് ചെയ്തോട്ടാ. ഇതെന്തുകൊണ്ട്? ഓ ടൈ അല്ലേ, ഞാൻ വെച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. ടൈയാ. നമുക്ക് റെഡി ആവണ്ടേ? റെഡി ആയിട്ടാ. പ്രീമിയായി. കേറ്ററിംഗ് കറക്റ്റ് സെറ്റല്ലേ? ഇനി എന്റെ മുകളിൽ കോട്ട് വരും, പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് വരും. ഓക്കെ, ഇത് ചതി, ഇത് ചതി. നമ്മള് നേവി ബ്ലൂ ഇട്ട് ഇത് ചതി. എടാ വേറെ ആരോ വന്ന് ഒരുമിച്ച് പ്രണവന്നാ വിളിക്ക് അങ്ങോട്ട്. ഇത് എല്ലാരും കോട്ടാണല്ലോ ബ്രോ, എല്ലാരും കോട്ടാണല്ലോ. ഋഷോൺ എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ സംഭവം എന്നറിയില്ല, പോയി നോക്കാം. അവൻ എന്നോട് ക്യാമറ ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഫോട്ടോഷൂട്ടാ? ഇത് ഋഷോണൊക്കെ അവിടെ ഉണ്ട്. എന്തൊക്കെ ഒരു പരിപാടി എന്നൊക്കെ അറിയില്ല. വേണ്ട, ഇതാണ് ഇവിടെ ആയിരിക്കും നമ്മളെ റിസപ്ഷൻ അല്ലേ? റിസപ്ഷൻ ഇവിടെ ആയിരിക്കും, പിന്നെ കല്യാണം അപ്പുറം ആയിരിക്കും. ഇതൊരു വലിയ സെറ്റപ്പാട്ടാ, അടിപൊളിയാണ്. പ്രീമിയം സ്ഥലമാണ്. ഓക്കെ, ഫോട്ടോ ഒക്കെ ഇട്ടു. വേണ്ട ഗൈസ് പറ. ഓ അതാണോ നീ വിളിച്ചത്? അങ്ങോട്ട് എന്തിനാണ് ഫോട്ടോഷൂട്ടാ? ഓ ഓക്കെ, നൈസ് നൈസ്. അതാണ് ഗൈസ്, പെണ്ണിതാ പോകുന്നത്. റിസാർട്ടിന് അവിടെ ഉണ്ട്, വെയിലത്ത് നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണ്, അവർ കിടനായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓ ഇത് മറ്റേ വീഡിയോ എടുക്കാനല്ലേ? ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഒക്കെ ഇല്ലടാ. ഇനി എന്നാണ് ഋഷോനെ ഇതേപോലൊരു കല്യാണം? സെറ്റാക്കാം. ഞാൻ എല്ലാവരും വീട്ടിലേക്ക് വിളിക്കും, പിസ്സ തരും. ഗൈസ് അത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, പ്ലേറ്റ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അത് പറയൂ, അഭിപ്രായങ്ങൾ പറയൂ, അറിയിക്കൂ. സ്പീച്ച് ഉണ്ട്, സ്പീച്ച് ഉണ്ട്. റോബിയുടെ സ്പീച്ച് ഉണ്ട്, ഞാനത് ബ്ലോഗിലിടും കേട്ടാ. സെറ്റ് ചെയ്തോണ്ടിരിക്കുക, കുറച്ച് മാറ്റമുണ്ട്. ChatGPT അല്ലേ? നൈസ്. ഞാനിങ്ങനെ നടന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ റിസപ്ഷൻ ആണെന്നാണ് പ്രിസൈഡ് എന്നോട് പറഞ്ഞത്. കണ്ടോ ഹാള് കണ്ടോ? നൈസ് പ്രീമിയം ലൈറ്റ് കാര്യങ്ങൾ. ഇവിടെ ആയിരിക്കും മിക്കവാറും ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ. എനിക്കറിയില്ല, ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ ബ്രോ. അപ്പോൾ എല്ലാത്തിനും എല്ലാ സ്ഥലങ്ങളുണ്ട്. പിന്നെ മറ്റേ ചേക്കൻ്റെ വീട്ടുകാർക്ക് നിൽക്കാനുള്ള പരിപാടി സെറ്റപ്പ്. നമ്മുടെ റൂമൊക്കെ ഉണ്ടല്ലേ, പ്രീമിയം സ്ഥലമാണ്. പ്രീമിയം അച്ഛനെ കോട്ടിടായിരുന്നു. എന്നാലും വേണ്ട, ഇവൻ പറയാണ്ടിട്ടിട്ട് വന്നയാ. ഇവനോട് ഞാൻ പറഞ്ഞ ഇത് വാങ്ങാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ഇവനും പറയാണ്ടിട്ട് വന്നയാ. സർപ്രൈസ്. അവരുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടൊക്കെ ഉണ്ട്. അവരിങ്ങനെ നടന്ന് പോവും, പിന്നെ അതുവഴി അങ്ങ് പോവും. അപ്പുറം കണ്ട കുറേ പൈസക്കാർ വെറുതെ സമയങ്ങളെ വേണ്ടി ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ ഞാൻ എന്നച്ഛനെ പോലെ വളരും വലുതാകും. പെണ്ണ് നടന്നു വരും. പ്രസന്ന അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട ചിരിച്ചോണ്ടിരിക്കുന്ന ക്യാമറ ടീമുണ്ട്. ഇത്ര ആൾക്കാരേ ഉള്ളൂ. ചെറിയൊരു വെഡിങ് ആണ്. ഇപ്പം പെണ്ണ് വരും കേട്ടാ. അച്ചുവേട്ടൻ, ഇത് അഭിജിത്തിനെ അറിയില്ലേ? ഇത് പ്രണവ്. ഇവിടുന്ന് കാണാൻ പറ്റൂ, കാരണം അവർക്ക് ക്യാമറ എടുക്കുമ്പോൾ നമ്മളെ ഫ്രെയിമിൽ കിട്ടാൻ പാടില്ല. എന്താ മച്ചാ, എന്താ പറയണ്ടോ? പറഞ്ഞോന്നേ. സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ പറ. ഒന്നും പറയണ്ട. ആക്ടിങ് കൂടെ നൈസ് അല്ലേ? ആൾക്കാർക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്താ കാണിക്കണ്ടേ? അതാ ഇതല്ലല്ലോ വീണ്ടും വെച്ചിട്ട്. ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര എക്കോ ആണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അവര് ഷാളും ചുരിദാറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. രണ്ടും കൂടി കെട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോകുന്നു, കഴിക്കുന്നു, വരുന്നു. അങ്ങനല്ലേ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കാണുന്നത്.
കല്യാണം അവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. എന്താ പറയുക, കുറേ പ്രസംഗവും അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്കോ ഒന്നും ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരും. എനിക്ക് തന്നെ ഉറക്കം വന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് എല്ലാവരും ടീമൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അജയ് അവിടെ ഫോട്ടോ എടുക്കുന്നു, ഇവൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു, എൻ്റെ ഫോട്ടോ കിട്ടി, അജുവേട്ടൻ വിത്ത് പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു. റോബിയേട്ടനും ബേസാട്ടനും അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടാ. നീ കണ്ടായിരുന്നോടാ പറഞ്ഞേ? ബേസാട്ടിൻ്റെ അടുത്ത വണ്ടി ഫോട്ടോ ഫോട്ടോ അജയന്റെ എന്താടാ നേരെ മര്യാദ കേക്കടാ. ഓ ഓ കലിപ്പാവ് അജയ് മച്ചനെ ഹാപ്പി മാരീഡ് ലൈഫ്. ഇപ്പഴാ ശരിക്കും കാണാൻ പറഞ്ഞത് നന്നായി. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതാ 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 ഇവിടെ അടി 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 അടി. ഞാൻ കൈ ഉണ്ടാക്കി തരാം. അടിക്കല്ലേ? ഗോൾ ഗോൾ. ഞാൻ അസിസ്റ്റ് ചെയ്ത ഗോളോ. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായില്ല. ഇവരെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിക്കും. മെല്ലെ ഫുഡ് കഴിക്കും. ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുവന്ന എൻ്റെ ക്രെഡിറ്റ് അജയ്ക്ക്. പ്രസാദിന് ഡ്രസ്സ് മാറാൻ പോവാ. ഡ്രസ്സ് മാറാൻ പോവാ. നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. റോബിയേട്ടൻ ഓൾറെഡി ഫുഡ് എടുത്ത് കാലൻ ഇരുന്നപ്പോൾ ഞാൻ പൊക്കി. ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ ഞാൻ പൊക്കി. ബ്രോ, ഇതാണോ ഒരു ഫ്രണ്ട്? ഇതാണോ ഒരു നൻപൻ? നിങ്ങൾ പറ, നിങ്ങൾ താഴെ കമന്റ് ആയിട്ട്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ആറ്റിറ്റ്യൂഡ്. നാരങ്ങ പ്ലസ് ഉപ്പ് പ്ലസ് വെള്ളം, അല്ല സോഡ, എല്ലാം കാണിച്ചു കൊടുക്കും. ഫുഡൊക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ, നൈസ് നൈസ്. എന്താണെന്നറിയില്ല, ചോറാന്ന് തോന്നുന്നു. എല്ലാവരും അവിടെ പോയി ഇരുന്ന് പരിപാടിയൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ ഇംഗ്ലീഷുകാർ വയലിൻ ഇതൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മലയാളം പാട്ട്, മലയാളം തമിഴും പാട്ടൊക്കെ. ഇനി ഞാൻ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് അല്ലേ? വേറെ ബാക്കി എല്ലാവരും അജയ് കഴിച്ചാ? ഇവിടെ ആയിരിക്കും ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ. നേരത്തെ നമ്മൾ കണ്ടല്ലേ? ഞാൻ അജയനെ പോയി നോക്കട്ടെ. ഇവിടെ നമ്മളെ പേരുണ്ടാവും. കണ്ടേ? ഈശ്വര, എൻ്റെ പേരില്ലേ? എന്നെ കല്യാണം വിളിച്ചില്ലേ? ഗൈസ്, ഇവിടെ എൻ്റെ പേരില്ല, ശശി. പേരില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഫോട്ടോഷൂട്ടിന്റെ പരിപാടി വേറെ സെറ്റപ്പ് ഉണ്ട്. ഞങ്ങളിപ്പോ വരും. ഇതെന്താണത്? ബാൻഡേഡ്. ഇതാ ടേപ്പാ. ഇതിന്റെ അകത്ത് മെഡിസിൻസ് ഉണ്ട്. എന്റെ ലാം കറിയൊക്കെ കൈകൊണ്ട് കഴിക്കാനകത്ത് കൈൻ്റെ അകത്ത് ഇൻഫെക്ഷൻ കയറി ബാക്ടീരിയ. ഇവിടെ ആരും കൈകൊണ്ടല്ല കഴിക്കണം, സ്പൂണും മറ്റേ ഫോർക്കും പരിപാടിയൊക്കെയാണ്. നമ്മളൊക്കെ വന്ന വഴി മറക്കാത്ത ടീംസ്. അപ്പത്തേക്ക് ഇവന്മാരൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറയുന്നു. എന്താ പതുക്കെ 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 കുടിച്ചാൽ കേട്ടാ. പൂസയാ പൂസ്. നമ്മൾ ഇവിടെ ഇരുന്നാണ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞു, കുറച്ച് കഴിച്ചു. ഓക്കെ, ഇവിടെ ചില്ല് ചെയ്യാൻ കുറച്ച് നേരം. പരിപാടി നല്ല ഒരു പ്രീമിയം പരിപാടിയായിരുന്നു. എന്താ ചോക്ലേറ്റ് ഐസ്ക്രീമാ? എന്തോ ഒരു സംഭവം. നീ കഴിച്ചു നോക്ക്, നല്ലതായിരിക്കും. ചോക്ലേറ്റ് ബ്ലൂബെറി ആണ്. അതെന്താ കേക്കാ? ഇതെന്താടാ? ഐസ്ക്രീം. ഇതെവിടെ കിട്ടി? എന്റെ ഇനിയുണ്ടോ സംഭവം? പോയി എടുക്കാം. നല്ല ആംബിയൻസ് സ്ഥലം. നല്ല കിടലൻ ലൈറ്റിലായി. സന്ധ്യ സമയമായി. എല്ലാരും ഇവിടെ ഉണ്ട്. അജയ്, നിന്റെ അഭിപ്രായങ്ങൾ പറ. പ്രസാദിന്റെ കല്യാണം കഴിഞ്ഞു, എന്താണ് അഭിപ്രായം? പറ. ഓ, വൻ വിഷയം തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം ഒരു എക്സ്പീരിയൻസ് ചെയ്യണത്. അമേരിക്കൻ എക്സ്പീരിയൻസ്. നമ്മൾ എത്ര കൊല്ലം അമേരിക്ക വന്നിട്ട്? 10, 12 എത്ര വർഷമായി നമ്മളെ? ഇത് കുറച്ച് പറഞ്ഞു. 2012 നവംബർ 4 വന്ന ഞങ്ങൾ ആദ്യത്തെ കല്യാണം അനുഭവിക്കുന്നത് 2025 അല്ലേ? ഇതിപ്പോ മാർച്ച് 2 സെക്കൻഡിലാണ് ഞങ്ങൾ ആദ്യത്തെ കല്യാണം ഞങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ അനുഭവിച്ചിട്ട് എല്ലാരും പുറത്തേക്ക് പോവാം. എല്ലാരും ഒരേ കോസ്റ്റ്യൂം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഫ്രണ്ട് ഒരു ഫോട്ടോയും കൂടി വന്ന് നിങ്ങളും കൂടി കോട്ടൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഒരു മജ പാട്ടും കൂടി അടിപൊളിയായിരുന്നു. ഇവിടെ ഫോട്ടോഷൂട്ടും പരിപാടിയും വേറെ ഉണ്ട്. കണ്ട എല്ലാരും നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. നന്ദിയുണ്ട്. ഫോട്ടോ ഫോട്ടോ തൊപ്പിട്. ഇത് ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോ. നീളമില്ലാത്ത എല്ലാ ഫ്രണ്ടിൽ കണ്ടാണ്. ഫോട്ടോ എടുക്കാം. ഗൈസ്, നമ്മൾ റോബിയേട്ടന്റെ സ്പീച്ചാണ് ഇതിനടുത്തത്. പുള്ളി അവിടെ റെഡി ആയിട്ടുണ്ട്. For those who know me, I'm Robbie. Yeah. Don't know me. I'm Robbie. Robbie. It's the same man that took us to the wrong address every single time. At the right address today, you know? Sure. She was willing to sign up. Bro. Listening to say why he actually needs 3 game consoles. നാണം ഇരുത്തിയിട്ട് But old-fashioned lasts forever.
പൊളിച്ച്. ഇവിടെ നല്ല ലൈറ്റ് ഇല്ലേ? ഇല്ല എന്നെ കാണത്തില്ലേ? ആ ഫോട്ടോ എടുക്കേണ്ടവർ മാത്രം വാ. ഓ ഓ വച്ചാ പൊളിച്ച് പൊളിച്ച് വച്ചാലേ തകർത്ത്. കോപ്പിറൈറ്റ് ആയിട്ട് കേസ് ബ്ലോഗിൽ ഇടാൻ പറ്റില്ല. ഗൈസ് ഇപ്പം ചെക്കനും പെണ്ണും ഇങ്ങനെ നടന്നു വരും. നമ്മൾ അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ ഹെവി ആയിരുന്നു. ഒച്ചയൊക്കെ പോയി തൊണ്ടയൊക്കെ പൊട്ടി എല്ലാവരും ഡാൻസ് കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. ഇനി നമ്മളിങ്ങനെ ചന്ദനത്തിരില്ലോ കമ്പിത്തിരി കമ്പിത്തിരി ഇതാണ് കേട്ടോ. ഇതിങ്ങനെ കത്തിക്കും. എന്നിട്ട് ചെക്കനും പെണ്ണും ഇങ്ങനെ നടന്നു വരും. അതോടുകൂടി പരിപാടി എന്താണ് കേട്ടോ. നമുക്കിനി അത് കാണാം. വൈബല്ല ഇത്ര നേരം. കഴിഞ്ഞ 2 വ്ളോഗ് കംബാക്ക് 2 വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറ. എൻജോയ് ചെയ്താൽ മാത്രം മതി. നമുക്ക് എന്താ പറയുക ഇതൊന്ന് ചെയ്ത് ഭയങ്കര ഫേമസ് ആവണമെന്നോ അതിനൊന്നും വിചാരിച്ച് ചെയ്യുന്നില്ല ഞാൻ. ഇത് നിങ്ങൾ എൻജോയ് ചെയ്യണം. വല്ലപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷം. കിരുവും വരുന്നത് ശബാഷ്. Bye guys.